ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള കാന്താരി വ്ലോഗിലേക്ക് സ്വാഗതം. മംഗലാപുരം ട്രിപ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. തണ്ണീർബാവി ബീച്ചെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഡേ യമുന വാട്ടർ സ്പോർട്സിൻ്റെ കയാക്കിങ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഫുള്ള് കണ്ടൽക്കാടുകളുടെ ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. പിന്നെ ഒരുപാട് തിരക്കുള്ള ഏരിയ ഒന്നും ആയിരുന്നില്ല. ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ യമുന വാട്ടർ സ്പോർട്സിൻ്റെ കോൺടാക്റ്റ് നമ്പറും ഡീറ്റെയിൽസൊക്കെ. ആർക്കെങ്കിലും മംഗലാപുരം വരുമ്പോൾ കയാക്കിങ്ങൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കോൺടാക്റ്റ് നമ്പർ യൂസ് ചെയ്യാം. അപ്പോൾ അവർ നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ തന്നു. അപ്പോൾ നമ്മളതൊക്കെ ഇട്ട് സെറ്റായി നിൽക്കുകയാണ് പോകാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കയാക്കിങ് ചെയ്യുന്ന ബോട്ട്. പിന്നെ നമുക്ക് നന്നായിട്ട് എക്സ്പ്ലെയിനൊക്കെ ചെയ്തു തന്നു, എങ്ങനെയാണ് തുഴയേണ്ടതെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അവർ പറഞ്ഞു തന്നു. കന്നഡയിലും ഇംഗ്ലീഷിലും നന്നായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. 6 കിലോമീറ്ററാണ് നമുക്ക് കയാക്കിങ് ചെയ്യാനായിട്ട് പെർമിഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഗൈഡ് ഉണ്ടായിരുന്നു, അവിടുത്തെ ലോക്കലായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. ഈ റിവർ ഒത്തിരി ആഴമുള്ളതൊന്നുമല്ല, പക്ഷെ പല ഏരിയകളിലും ചതിപ്പുകളാണ്. ചില ഏരിയകളിലൊക്കെ നല്ല ആഴം ഉണ്ടാകും, ചില ഏരിയയിൽ അത്ര വലിയ ആഴമൊന്നും ഉണ്ടാവില്ല. പോകുന്ന വഴിയിലൊക്കെ കുറേ വൾച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കണ്ടൽക്കാടുകളുടെ ഇടയിലൊക്കെ കുറേ വൾച്ചേഴ്സ് ഉണ്ടായിരുന്നു. കുറച്ച് ദൂരം നമ്മൾ മുന്നോട്ട് പോയപ്പോൾ വെള്ളത്തിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയ പോലെ റെഡായി നിൽക്കുന്ന പോലെ തോന്നി. അപ്പോൾ ചോദിച്ചപ്പോൾ അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റും, അധികം ആഴമില്ലാത്ത സ്ഥലമാണ്. അതായത് നമ്മളൊരു ചെറിയൊരു ഐലൻഡ് തുരുത്തൊക്കെ പോലെ അങ്ങനെ നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാണുന്ന എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ ഇറങ്ങാൻ പാടില്ല, കാരണം കുറേ സ്ഥലത്ത് ഇങ്ങനെ ചതുപ്പാണ്, നമ്മൾ ഇറങ്ങി താഴ്ന്നു പോവും, അങ്ങനെയുള്ള ഏരിയകളുണ്ട്. സോ ഇവരുടെ പെർമിഷനോട് കൂടിയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താ നടക്കണമെന്ന്. അവിടെ തുഴയാനായിട്ട് പറ്റില്ല, കയാക്കിന് അവിടെ ചെയ്യാൻ പറ്റില്ല, കുറച്ച് ദൂരം ഒന്ന് നടക്കണം. അപ്പം നമ്മുടെ കയാക്കിങ് ബോട്ട് കൊണ്ടിട്ട് ഗൈഡ് നടക്കുന്നുണ്ടായിരുന്നു, പിന്നാലെ ഞങ്ങളും നടന്നു. കുറേ ദൂരം കഴിഞ്ഞപ്പോൾ നമുക്ക് കൈയൊക്കെ കഴിച്ചായിരുന്നു, അപ്പോൾ തുഴയാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പോരാത്തിന് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മരത്തിൻ്റെ അവിടെ ഒന്ന് പിടിച്ച് നിന്നു. കുറച്ച് തണലുണ്ടായിരുന്നു ആ ഏരിയയിൽ. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെയും കയാക്കിങ് സ്റ്റാർട്ട് ചെയ്തു. ഈ കണ്ടൽക്കാടുകളെല്ലാം 35 വർഷമായിട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. 35 വർഷം മുന്നേ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള കണ്ടൽക്കാടുകൾ വളർന്നിട്ടാണ് ഇങ്ങനെ ആയിരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോഴും ഇവിടെ പ്ലാന്റ്സുകൾ വെച്ച് പിടിപ്പിക്കാറുണ്ട്. പോകുന്ന വഴിയിലൂടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും, ചെറിയ ചെറിയ പ്ലാന്റുകൾ പിന്നെയും അവർ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ടൈമൊക്കെ വരുമ്പോഴേക്കും ഇനിയും കാട് നന്നായിട്ട് വളർന്നിട്ടുണ്ടാകും. ഈ കാണുന്ന പ്ലാന്റ് എല്ലാം ചെറുതുകളാണ്, കുറച്ചുകൂടി വലുതാകുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് അധിക ദിവസങ്ങളൊന്നും ആയിട്ടില്ല. ഇനിയും ചെറിയ ചെറിയ പ്ലാന്റുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ കണ്ടൽക്കാടുകൾക്കിടയിൽ ഒരുപാട് ബേർഡ്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് പല രീതിയിലുള്ള പല തരത്തിലുള്ള ബേർഡ്സുകളുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ റിവറിൽ നിറയെ മീനാണ്. നമ്മൾ പോകുന്ന വഴിയിലൊക്കെ മീൻ ജമ്പ് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റി. ഈ റിവർ കൂടുതലായിട്ടും ഫിഷിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. സീസൺ ടൈമിൽ ഈ റിവറിലൊക്കെ കവർ അടിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വരാറുണ്ട്. രാത്രികളിൽ ഇവർ അപ്പോൾ അതിനുള്ള സർവീസൊക്കെ ചെയ്യാറുണ്ട്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആ ടൈമിലൊക്കെ ഇതിൻ്റെ സീസണാണ്. പിന്നെ ഇവിടെ നൈറ്റ് ക്യാമ്പയിനൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ സൈഡിൽ ചെറുതായിട്ട് കാണുന്നതാണ് കണ്ടലിൻ്റെ പ്ലാന്റുകൾ. എല്ലാ വർഷവും ഇവിടെ ഇങ്ങനെ കണ്ടൽ പ്ലാന്റ്സുകൾ വയ്ക്കാറുണ്ട്. ನೀವು ಸ್ವಲ್ಪ ಟೋ ಮಾಡ್ತೀರಾ, ಸ್ವಲ್ಪ ರೆಸ್ಟ್ ಮಾಡ್ತೀರಲ್ವ, ಸೊ ಸ್ಟ್ಯಾಮಿನಾ ಬರುತ್ತೆ. ಅದಂದ್ರೆ ನಾವು ಬಿಟ್ಟಲ್ಲಿ ರೋ ಮಾಡೋದಲ್ಲ, ಡೈಲಿ ಅಭ್ಯಾಸ ಇರುತ್ತಲ್ಲ, ಮಾಡಿ ಮಾಡಿ
ಮಾರ್ನಿಂಗ್ 6ಗೆ ಸ್ಟಾರ್ಟ್ ಆಗುತ್ತೆ ಬ್ಯಾಚ್. ಹೌದಾ? ಸ್ಟ್ರೈಟ್ ಮಾಡಿ. ಅದೇ ಕ್ರ್ಯಾಬ್ ರಿವರ್ಸ್ ಮಾಡಿ. ಲೆಫ್ಟ್ ಸೈಡ್ ರಿವರ್ಸ್. ಎರಡು ಸೈಡಲ್ಲಿ ರಿವರ್ಸ್ ಮಾಡಿ. ಸ್ಲೋ ಡೌನ್. ರೈಟ್ ಸೈಡ್ ರಿವರ್ಸ್. ಪರ್ಫೆಕ್ಟ್. ರೈಟ್ ಸೈಡ್ ರಿವರ್ಸ್. ಇವಾಗ ಎರಡು ಸೈಡ್ ಫಾರ್ವರ್ಡ್. ഈ ബ്രിഡ്ജിൻ്റെ എല്ലാ സൈഡിലും ക്രാബും ഓയിസ്റ്ററും വന്ന് അടിഞ്ഞ് കിടക്കുകയായിരുന്നു. അതുപോലെ തന്നെ കുറേ ആമയുള്ള ഏരിയ ആയിരുന്നു ഇത്. പക്ഷി പറഞ്ഞു എടുത്തു ഇത് നല്ല സുഖമുണ്ട്. ഇതേപോലെ എല്ലാവിടെയും ആണെന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ആ സൈഡ് വരും. റിവേഴ്സ്. ഇനി ഫോർവേഡ്. ಇದೆಲ್ಲ ಬಿಲ್ಡಿಂಗ್ ಇದೆಯಾ? ಮನೆಯಾ? ಬ್ಯಾಂಗ್ಳೂರಲ್ಲಿ ಗೊತ್ತಲ್ಲ ಟೆಂಪಲ್. ಕಾಂತಾರ ಮೂವಿ ನೋಡಿದ್ರಾ? ಅದರಲ್ಲಿ ಏನಿದೆ? ആ ഗൈഡ് പറഞ്ഞു തന്നത് ഈ സൈഡിലൊക്കെ അമ്പലങ്ങളുണ്ട്. പക്ഷെ നമ്മൾ കാന്താര മൂവിയിലൊക്കെ കണ്ട പോലത്തുള്ള അമ്പലങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങളുടെ മാംഗ്ലൂർ ട്രിപ്പ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്